ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നെ പരിചയമുള്ള എല്ലാവരും ചോദിച്ചൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പി. അപ്പോൾ ആ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കേക്ക് റെഡിയാക്കുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കേക്കിൻ്റെ ടിന്ന് ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ടിന്ന് ഹാഫ് kg ടിന്നിലാണ്. 1 kg കേക്കാണ് തയ്യാറാക്കുന്നത്, പക്ഷേ ഹാഫ് kg ടിന്നിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് പേപ്പറാണ് ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ കുറച്ചുകൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ബട്ടർ പേപ്പറിൻ്റെ യൂസ് എന്താണോ അതുപോലെ തന്നെ നമുക്ക് ആ പേപ്പർ കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പം 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റുന്നത്. എന്നിട്ട് ഇതേ അളവിൽ തന്നെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വാനില സ്പഞ്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കോരി മാറ്റിയാൽ മതി. അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ കോരി എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത അതേ അളവിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. മറ്റേ നമ്മുടെ റെഡ് വെൽവെറ്റ് ആണെങ്കിൽ നമ്മൾ ടീസ്പൂൺ അളവിലാണ് എടുക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് അരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പം ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു 3 തവണയൊക്കെ നമ്മൾ ഇതൊന്നിങ്ങനെ അരിച്ചെടുക്കുക. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു തവണ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലതുപോലെ അരിച്ചെടുക്കുന്ന കാര്യം ആരും വിട്ടുപോകരുത്. കേക്കൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഞാൻ പറഞ്ഞില്ല, ഒരു 3 തവണയൊക്കെ ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്കിലേക്ക് വേണ്ട എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര വേണം. 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കേണ്ടത്. നോർമലി എല്ലാവരും എടുക്കുന്നത് 1 കപ്പ് അളവിൽ തന്നെ പഞ്ചസാരയാണ് ചോക്ലേറ്റിന് എടുക്കുന്നത്. ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ടോട്ടല് 4 എഗ്ഗാണ് 1 kgക്ക് വേണ്ടത്. പക്ഷെ ഞാൻ 3 എഗ്ഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. 3 എഗ്ഗ് അളവിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. കാരണം അപ്പം ഒത്തിരി അങ്ങോട്ട് മുട്ടയുടെ മണം നമ്മുടെ കേക്കിന് വരത്തില്ല. 3 എഗ്ഗ് എടുക്കുക. ബാക്കി നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് പകരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ 3 മുട്ട ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് വാനില എസൻസ് എൻ്റെ പഴയ ടിന്നിൽ ബാക്കി ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അത്ര കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചരിച്ചു പിടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്പേലിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആ എഗ്ഗിലെ യോക്കും വൈറ്റും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റായിട്ട് വരണം. അത്ര തന്നെ ചെയ്താൽ മതിയാവും. അപ്പം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് നേരെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നേരെ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ തെറിച്ചു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് സ്പേലിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം അതിനുശേഷം നമ്മൾ പൊടിച്ചു കഴിയുമ്പോൾ ഏകദേശം 1 കപ്പ് അളവിൽ പഞ്ചസാര കാണും. ചോക്ലേറ്റ് സ്പഞ്ചിന് നല്ല മധുരം വേണ്ടവർ നമ്മൾ 1 കപ്പ് അളവിൽ തന്നെ പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചെടുക്കുന്നതായിരിക്കും ഫസ്റ്റ് ടൈമിൽ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യുന്നത് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഒന്ന് എഗ്ഗിലേക്ക് അലിഞ്ഞു ചേരും. പൊടിക്കാത്തതാകുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും, അതുകൊണ്ടാണ് പൊടിച്ചതെടുക്കുന്നത്. അപ്പം ഇതുപോലെ പാർട്ടായിട്ട് നമുക്ക് ആ ഷുഗറൊക്കെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാനില സ്പഞ്ചാണ് റെഡിയാക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മൈദപ്പൊടി അതിൽ നിന്ന് കോരി മാറ്റുക. പിന്നെ ചില ആൾക്കാരൊക്കെ അതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്, പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോരി മാറ്റിയിട്ട് പകരം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കോൺഫ്ലോർ മാത്രമേ ചേർക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാനൊരു ഈ മെത്തേഡ് തന്നെ കാണിച്ചു തന്നത്. ഞാൻ ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയതും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തന്നത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ. അപ്പം നമ്മൾ ഫസ്റ്റിലെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഷുഗർ പൗഡേർഡ് ഷുഗറാണ്, അതൊക്കെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ അതും നല്ല പാർട്ടായിട്ട് വേണം ഇതും ചേർത്ത് കൊടുക്കാൻ. അതുപോലെ നമ്മൾ ഇത് ചേർത്തതിന് ശേഷം ഒന്നെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അതുപോലെ ഒരുപാട് സ്പീഡിൽ ഇളക്കരുത്. ഞാൻ ഇത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നല്ല സ്പീഡിൽ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പകുതി ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ഇളക്കി എടുക്കേണ്ടത്. അങ്ങനെ മിക്സ് ചെയ്യുക. അല്ല ഒത്തിരി സ്പീഡിൽ കുത്തി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങി വന്ന നമ്മുടെ എഗ്ഗിന്റെ ആ ഒരു കൺസിസ്റ്റൻസി താന്നു പോവും. അപ്പോൾ കേക്ക് പൊങ്ങി വരാൻ ചാൻസ് ഇല്ല. ക്രീമി സ്ട്രക്ചർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് ചേർത്തെടുക്കാം. അപ്പം ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ്. ഈ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ സ്പീഡിനല്ല പതിയെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇപ്പം നമുക്ക് ഇതിരിക്കുന്നത് അത്യാവശ്യം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. നമുക്ക് വരേണ്ട ഒരു സ്റ്റെപ്പ് പോലെ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി വരേണ്ടത്. അപ്പം അത് നമ്മൾ 3 മുട്ട മാത്രം ചേർത്തുകൊണ്ടാണ് നമുക്കത് ഈ ഒരു രീതിക്ക് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ലൂസായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് പാലാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ പാല് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇത്രമാത്രം ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. 4 മുട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാലിന്റെ സ്കിപ്പ് വേണ്ട. 3 മുട്ട തന്നെ ആയിരിക്കും നല്ലത്. അപ്പം നമുക്ക് സ്മെല്ലൊന്നും വരത്തില്ല, അങ്ങനെ എഗ്ഗിന്റെ സ്മെല്ലൊന്നും വലുതായിട്ട് വരത്തില്ല. അപ്പം ഇതുകൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു സാധനം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ അളവിലോ അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒത്തിരി കൂടരുത് കേട്ടോ. കറക്റ്റ് ഒരു ടീസ്പൂണിന്റെ അടുത്തോളം വേണം അളവിൽ നമ്മൾ വിനാഗിരി ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു മിക്സാണ് നമ്മൾ ഈ ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം നമ്മൾ ചൂടടിക്കുന്ന സമയത്ത് കേക്ക് നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ ബാറ്ററിയുടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പം ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ഒരു 10 മിനിറ്റോളം നിങ്ങൾ എവിടെയാണോ, ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗവിൽ ഏത് ടിന്നാണോ ആ പാത്രം നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേക്കിന്റെ പരിപാടിക്ക് ഇറങ്ങിയത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കേക്ക് വെക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കേക്കിലേക്ക് ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞി കഷ്ണം കമ്പോ എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ പൊട്ടിപ്പോവും. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം ഉള്ളിൽ ബബിൾസ് ഒരുപാട് വരാണ്ട് നമ്മുടെ സ്പഞ്ച് നല്ലപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്ററി എടുത്ത് വെച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് വെച്ചതിന് ശേഷം മൂടിയതിന് ശേഷം നല്ലൊരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കൂടി ചെയ്തിട്ട് വേണം നമ്മൾ വെയിറ്റ് ചെയ്യാൻ. ഏകദേശം ഒരു 45 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും.
അപ്പോൾ ദാ ഒരു 45 മിനിറ്റ് ആയിട്ടില്ല, 40 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് കേക്ക് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയതാണ് നടുക്കൊരു ഹോള് പോലെ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ഹോൾ നടുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം കേക്കൊന്നും ആയിട്ടില്ലായിരുന്നു, കാരണം ചില സമയത്ത് ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് 30 മിനിറ്റിലൊക്കെ എനിക്ക് ആയി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ടിന്നിൽ വെച്ചതുകൊണ്ടാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള കേക്കിൻ്റെ സ്പഞ്ച്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. കുറച്ച് സ്റ്റെപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. നമ്മുടെ കേക്ക് നല്ലതുപോലെ ആയി കിട്ടും. അത്യാവശ്യമല്ല നല്ലതുപോലെ സ്പഞ്ചായിട്ടുണ്ട് ഉള്ള സ്പഞ്ചാണിത്. അപ്പം നല്ല സോഫ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് വഴി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.